ഹേ ഓൾ വെൽക്കം ബാക്ക്. പിന്നെ നമ്മൾ നല്ലൊരു പെർഫെക്റ്റ് ബട്ടൂരൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല പഫി ആയിട്ടുള്ള, പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ബട്ടൂരൻ്റെ റെസിപ്പിയാണിത്. പിന്നെ ഞാൻ ഈ കാണിച്ച ഇൻഗ്രീഡിയൻസും ഇതേ അളവിലും ഇതേ രീതിയിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല പഫി ആയിട്ടുള്ള ബട്ടൂര വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴെങ്കിലും ബട്ടൂര ഉണ്ടാക്കിയിട്ട് ഫെയിലായവർ ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കുറച്ച് ഈസ്റ്റ് ഒന്ന് ആക്റ്റീവാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ഗ്ലാസ് പാലിലേക്ക് 1 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ഈസ്റ്റാണ്. സാധാരണ ഈസ്റ്റ് ആയാലും മതി. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ടുള്ള ഈസ്റ്റ് പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നോളും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. ഇത് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഈസ്റ്റ് നന്നായിട്ട് ആക്റ്റീവ് ആയിക്കോളും. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. സാധാരണ ഈസ്റ്റ് ആണെങ്കിൽ ഒരു 10 മിനിറ്റ് എടുക്കും ഇത് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ബട്ടൂരക്ക് ചെറിയൊരു പുളി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള തൈരാണ്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി തൈര് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഓയിൽ ചേർക്കുക. ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് എങ്ങനെയാണോ മിക്സ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യാം. ഒരു 1/2 ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ചേർക്കുക. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കില്ല അതുപോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു 4 മണിക്കൂർ നമ്മൾ കുഴച്ചതിന് ശേഷം 4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഇത് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ വെച്ചാൽ മതി. ഇതിപ്പോൾ നല്ല തണുപ്പായതുകൊണ്ടാണ് 4 മണിക്കൂർ വെക്കുന്നത്. ഞാൻ ഇതുപോലെ ഇങ്ങനെ ക്ലീൻ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നേരത്തെ ഡോനേക്കാളും ഡബിൾ സൈസ് ആയിട്ടുണ്ട് ഇത്. ഇനി ഇത് പരത്തിയെടുക്കുക. സാധാരണ നമ്മൾ ചപ്പാത്തി ചെയ്യുന്ന പോലെ തന്നെ ആദ്യം കുറച്ചൊന്ന് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കില്ല അതിനേക്കാളും കുറച്ച് വലിയ സൈസുള്ള ബോൾ എടുക്കുക. എന്നിട്ട് ഈ ഡോ ഉള്ളിലേക്ക് ടക്ക് ചെയ്ത് കൊടുക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബട്ടൂര നല്ലോണം പെർഫെക്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു ക്രാക്കൊന്നും ഇല്ലാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിത് അധികം തിന്നായിട്ടല്ല പരത്തുന്നത്. ചപ്പാത്തി പോലെയല്ല, ചപ്പാത്തിനേക്കാളും ഡബിൾ തിക്നെസ്സിലാണ്. ബട്ടൂരൻ്റെ ഈ ഡോ നമുക്ക് കട്ട് ചെയ്യണമെന്നില്ല. കട്ട് ചെയ്യാണ്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഫ്രൈ ചെയ്യാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഫ്രൈ ചെയ്തെടുക്കാം. ട്രയാങ്കിൾ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നീളത്തിലും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ പരത്തിയെടുത്തു. ഇനി ഇത് ഞാനൊരു പിസ്സ കട്ടർ വെച്ചിട്ട് 4 ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ. ഇതിപ്പോൾ നല്ല തിക്നെസ് ഉണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് അങ്ങ് പ്രഷർ ചെയ്തിട്ട് പരത്തണ്ട, ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇനി ഇത് നല്ലോണം ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഇതുപോലെ നല്ല തിക്നെസ്സുള്ള ബട്ടൂര ചെയ്യുമ്പോൾ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പുറമേ നല്ല ഗോൾഡൻ കളറായിരിക്കും, നമ്മൾ കുക്കായിട്ടുണ്ടെന്നായിരിക്കും വിചാരിക്കുക, പക്ഷേ ഉള്ളിൽ കുക്കായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നന്നായിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടൂര കിട്ടും. അപ്പോൾ എന്തായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.